അജു കഴിഞ്ഞില്ല നിന്റെ പരിപാടി. ട്രിവാൻഡ്രത്തുനിന്ന് മെനിങ്ങാൻ ഓടി എത്തുകയാണ്. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോയപ്പോ അവൻ വിളിച്ച് ബ്ലോഗ് ചെയ്തോണ്ടിരിക്കുന്നു. വിടറാ ഹോട്ടലിൽ. ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? അപ്പൊ വസീമാണ് വണ്ടി ഓടിക്കുന്നത്. അപ്പൊ അജു ബാക്കിലിരിക്കുന്നുണ്ട്. അജു, അപ്പൊ ഇനി ബാക്ക് സീറ്റിന്റെ കംഫർട്ടിനെ കുറിച്ച് പറഞ്ഞു. എങ്ങനെയുണ്ട് ബാക്കിലിരിക്കുമ്പോൾ യാത്ര ചെയ്യുമ്പോൾ എങ്ങനെയാണ് നിനക്ക് ഫീൽ ചെയ്യുന്നതിനെ കുറിച്ച്? ബാക്ക് സീറ്റ് പറയാ, പൊതുവെ ഞാൻ ഈ വണ്ടിയിലൊന്നും യാത്ര ചെയ്യാറില്ല. ഞാൻ ജാഗോർ ഓടിയൊക്കെ ഞാൻ ഇങ്ങനെ യാത്ര ചെയ്യാറുള്ളൂ. അജുവെ ഇങ്ങനെ തള്ളല്ലേ വസീമെ, അവൻ പറഞ്ഞേട്ടോ നീ അവന്റെ വീഡിയോ ചെയ്യാനുള്ള നീ തള്ളി മറിക്കല്ലടാ. ഉള്ളത് മാത്രം പറഞ്ഞാൽ മതിയാടാ, ആൾക്കാർക്ക് അതാ വേണ്ടത്. കേരള എക്സ്പ്ലോറേഴ്സിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ സുഹൃത്തുക്കൾക്കും സസ്നേഹം സ്വാഗതം. ഇന്ന് നമ്മൾ വീണ്ടും ഒരു 4-wheel ഡ്രൈവിന്റെ യൂസർ റിവ്യൂ ആയിട്ടാണ് വന്നിട്ടുള്ളത്. വണ്ടി ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മാരുതിയുടെ സെഡാൻ കാറ്റഗറിയിൽ വരുന്ന പ്രീമിയം സെഡാൻ കാറ്റഗറിയിൽ വരുന്ന സിയാസിനെ കുറിച്ചാണ് ഇന്ന് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ വേണ്ടി പോകുന്നത്. കാരണം ഇതിനു മുമ്പ് ഒരുപാട് റിവ്യൂസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷേ ഇന്ന് വണ്ടിൻ്റെ സ്പെസിഫിക്കേഷനും കാര്യങ്ങളും എന്നുള്ളതിനെ കുറിച്ചൊന്നുമല്ല. ഈ ഒരു വാഹനം വാങ്ങാൻ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഉപകാരപ്രദമാകുന്ന രീതിയിലുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തരാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഈ ഒരു എപ്പിസോഡ് ചെയ്യുന്നത്. വണ്ടി എൻ്റെ സുഹൃത്തിൻ്റെതാണ്. അദ്ദേഹത്തിൻ്റെ പേര് അജ്മൽ എന്നാണ്. ആള് ട്രിവാൻഡ്രമാണ് സ്ഥലം. അപ്പോൾ കഴിഞ്ഞ ദിവസം ആള് ട്രിവാൻഡ്രത്ത് നിന്ന് കാലിക്കറ്റ് ഒരു ഗസ്റ്റിനായിട്ട് വന്നതായിരുന്നു. അപ്പം ഏകദേശം 400ഓളം കിലോമീറ്റർ ഡയറക്റ്റ് ഓടിച്ചു വന്നതാണ്. അപ്പം ഏകദേശം അവൻ്റെ വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 40,000 കിലോമീറ്ററോളം ഓടിയിട്ടുണ്ട്. പെട്രോൾ വേർഷനാണ്. അപ്പോൾ ഈ വണ്ടി എന്തുകൊണ്ടാണ് അജ്മൽ ചൂസ് ചെയ്തത്, ഇത്രയും കാലം യൂസ് ചെയ്തിട്ടുള്ള അജ്മലിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് എന്നതിനെ കുറിച്ചിട്ടാണ് ഇന്നത്തെ എപ്പിസോഡ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. സോ ഒരിക്കൽ കൂടി എൻ്റെ എല്ലാ സ്നേഹം തന്ന സുഹൃത്തുക്കൾക്കും പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇതാണ് അജുവിൻ്റെ വണ്ടി. 1.4 ലിറ്റർ കെ സീരീസിൽ വരുന്ന പെട്രോൾ എഞ്ചിനാണ്. ഫുൾ ഓപ്ഷനാണ് സിയാസ് വരുന്നത്. സോ ഇതാണ് ഞാൻ പറഞ്ഞ ആള്, അജ്മൽ. ഞങ്ങളെല്ലാം അജു എന്നാണ് വിളിക്കാറുള്ളത്. പിന്നെ എന്താ പറയുക, ആൾ ആദ്യമായിട്ടാണ് കേട്ടോ ക്യാമറയ്ക്ക് മുമ്പിൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ കുറച്ച് ഫോൾട്ടുകളൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നാലും ഈ ഒരു എപ്പിസോഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ, ഇപ്പം വണ്ടീൻ്റെ കൂടുതൽ സ്പെക്കും കാര്യങ്ങളൊന്നും പറയാൻ അറിയില്ല. അപ്പം അത് കാരണം നോർമലി എന്തുകൊണ്ടാണ് അജു ഈ ഒരു വണ്ടി ചൂസ് ചെയ്തത് എന്നുള്ളതിനെ കുറിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇന്ന് പറയാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, സോ അജു, എന്തുകൊണ്ടാണ് സെഡാൻ കാറ്റഗറിയിൽ സിയാസ് ചൂസ് ചെയ്യാനുള്ള റീസൺ? അല്ല, ഞാൻ പൊതുവേ മാരുതി യൂസ് ചെയ്യുന്ന ഒരു ആളാണ്. മാരുതിയിലെ സ്വിഫ്റ്റ് ആയിരുന്നു ഫസ്റ്റ് വണ്ടി. ഉറക്ക പറഞ്ഞു ഒന്നുകൂടി കേട്ടോ. മാരുതിയിലെ സ്വിഫ്റ്റ് ആണ് ഫസ്റ്റ് യൂസ് ചെയ്തോണ്ടിരുന്ന വണ്ടി. അപ്പോൾ മാരുതി പൊതുവേ നെഗറ്റീവ് ഒരുപാട് കാര്യങ്ങളുണ്ട്. ബോഡി വൈസ് കുറെ കാര്യങ്ങൾ നെഗറ്റീവ് ഉണ്ടെങ്കിലും പക്ഷേ സാധാരണക്കാർക്ക് യൂസ് ചെയ്യാനും സർവീസും കാര്യങ്ങളായാലും സ്പെയർ ആയാലും നമ്മളെ സർവീസ് ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് നമ്മുടെ റേഞ്ചിൽ നിൽക്കും. റേറ്റ് മാത്രമല്ല, ഒരുപാട് യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ സർവീസ് ഫ്രണ്ട്ലി എന്ന് പറയാം. അപ്പൊ ആ ഒരു രീതിയിൽ നമ്മുടെ കയ്യിൽ നിൽക്കും. അപ്പം സ്വിഫ്റ്റ് തന്നെയാണ് ഒരു തരം. വേറെ വണ്ടി യൂസ് ചെയ്തിട്ടുണ്ടെങ്കിലും ഐറ്റൻ്റെ ഒക്കെ ഉണ്ടായിരുന്ന ഇപ്പോൾ വീട്ടിലെ വണ്ടി ഉണ്ടായിരുന്നപ്പോൾ സ്വിഫ്റ്റ് ആയിരുന്നു കുറച്ചുകൂടെ റഫ് യൂസ് ആയിട്ട് യൂസ് ചെയ്യാൻ. നമുക്ക് ഞാൻ അങ്ങനെ യൂസ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അത് ധൈര്യമായിട്ട് റഫ് യൂസ് ചെയ്യാൻ എന്തെങ്കിലും പ്രോബ്ലം വന്നാൽ തന്നെ നമുക്ക് എവിടെ വേണമെങ്കിലും സർവീസും കിട്ടും. എന്ത് വേണമെങ്കിലും. പിന്നെ ബമ്പർ ടു ബമ്പർ ഇൻഷുറൻസ് എടുത്ത് നമ്മൾ 5 ഇയർ വാറന്റിയും ഇറങ്ങി വരുന്ന വണ്ടിയാണ്. അപ്പൊ നമുക്ക് റഫ് യൂസ് ആയിട്ട് അങ്ങനത്തെ രീതിയിൽ യൂസ് ചെയ്യാനാണ് ഞാൻ പറയുന്നത്. അല്ല വേറെ മെയിൻ ആയിട്ടല്ല പറയുന്നത്. വേറെ വണ്ടി ഉള്ള വ്യക്തിക്ക് റഫ് യൂസ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാനുള്ള വണ്ടിയാണ്. അപ്പം സ്വിഫ്റ്റ് യൂസ് ഒരു 3 വർഷമായി കൊടുക്കേണ്ട സമയമൊക്കെ ആയി. അടുത്ത് ഞാൻ ബലേനയിലോട്ട് നോക്കാൻ നിൽക്കുകയായിരുന്നു. അപ്പോൾ ബലേന കണ്ട് ഇഷ്ടപ്പെട്ട് ബലേന അടുത്ത മോഡലിലേക്ക് നോക്കാമെന്ന് പറഞ്ഞു വന്നപ്പോഴാണ് ഈ സിയാസിന്റെ ഞാനൊരു റിവ്യൂ അന്വേഷിച്ചു. അപ്പം അന്വേഷിച്ച് സിയാസ് എന്തായാലും ഓക്കെ എടുക്കുക. എന്തായാലും ചെറിയൊരു എമൗണ്ട് വ്യത്യാസമേ വരത്തുള്ളൂ. സെഡാൻ കാറ്റഗറി ആയിരിക്കും. സിയാസ് പൊതുവെ ഇഷ്ടപ്പെട്ടായിരുന്നു. വണ്ടി നോക്കിയപ്പോഴും വണ്ടി ഒരു പ്രീമിയം സെഗ്മെന്റ് പോലെയൊക്കെ സ്റ്റാർട്ടിങ് വരുന്നുണ്ട്. എന്തായാലും എടുക്കില്ലെന്ന് പറഞ്ഞ് സിയാസിലോട്ട് പോയി സിയാസ് കണ്ടു. വണ്ടി ടെസ്റ്റ് ഡ്രൈവ് ചെയ്തു. എൻ്റെ ഒരു ഫ്രണ്ട് എനിക്ക് മുന്നേ എടുത്തു. അവൻ്റെ വണ്ടി ഞാൻ യൂസ് ചെയ്തു. അപ്പോൾ അതിലും കാണാൻ കുറച്ചും കൂടെ ബെറ്റർ ആയിട്ട് തോന്നിയത് എനിക്ക് ഫുൾ ഓപ്ഷൻ തന്നെയാണ് നോക്കിയത്. ഇത് ആൽഫയാണ്, പെട്രോൾ എഞ്ചിനാണ്. പെട്രോൾ എഞ്ചിൻ എടുക്കാൻ കാരണം ഞാൻ യൂസ് ചെയ്തിരുന്ന എല്ലാം ഡീസൽ എഞ്ചിനാണ്. എനിക്ക് റഫ് യൂസ്, എനിക്ക് സിറ്റി യൂസ് മാത്രമായിട്ടാണ് ഞാൻ ഇത് എടുത്തത്. ബാക്കി ആവശ്യങ്ങൾക്കെല്ലാം വീട്ടിൽ വേറെ വണ്ടി ഉണ്ടായിരുന്നു. അങ്ങനെ ആവശ്യത്തിനായിട്ട് ഞാൻ നോക്കിയ വണ്ടിയാണ് സിയാസ്. പൊതുവെ യൂസ് ചെയ്ത് ഇപ്പം 40,000 കിലോമീറ്റർ മേളായി. വലിയ പറയാനായിട്ടുള്ള വലിയ കംപ്ലൈൻസോ വേറെ കാര്യങ്ങളൊന്നുമില്ല.
അപ്പൊ സർവീസായിട്ട് ഇപ്പൊ 40,000 ആയാലും ഇപ്പൊ ടയർ തന്നെ വണ്ടി എടുത്തപ്പോ തൊട്ടാണ് ഇതുവരെ വലിയ മെയിൻ്റെനൻസ് ആയിട്ടൊന്നും ചെയ്യാൻ ഇല്ല. അതിനുള്ള മെയിൻ റീസൺ ഇപ്പൊ ഈ വണ്ടി ഒരു കയ്യിൽ ഓടുന്ന വണ്ടിയാണ്. ഞാൻ മാത്രം യൂസ് ചെയ്യുന്ന വണ്ടിയാണ്. റഫ്യൂസ് ആണ്. ആ റഫ്യൂസ് ആയതുകൊണ്ടുള്ള കാരണം ചെറിയ ചെറിയ എന്തെങ്കിലും വർക്കോ പെയിന്റിങ് വർക്കോ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ളൂ. മെയിൻ്റെനൻസ് ആയിട്ട് ഇതിലൊന്നും ഇതുവരെ വന്നിട്ടില്ല. വണ്ടി ഇപ്പോഴും ആ ഒരു പെർഫെക്ഷനും ആ ഒരു പവറും അതെല്ലാം കാര്യങ്ങളും എല്ലാം അത് ആ രീതിയിൽ തന്നെയാണ്. വണ്ടിക്ക് വേറെ ഒരു നെഗറ്റീവ് 40,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഒരു തോന്നലൊന്നും വണ്ടി ഓടിക്കുന്ന സമയത്ത് പോയി. അതെ ഒരു നെഗറ്റീവ് ആയിട്ടൊന്നും പറയാനായിട്ടൊന്നുമില്ല. മാരുതി സുസുക്കി വെച്ച് നോക്കുമ്പോൾ പ്രീമിയം കാറ്റഗറിയിൽ വരുന്ന ഒരു നല്ലൊരു വണ്ടിയാണ് സിയാസ്. അതായത് ഇപ്പം ഇത് കഴിഞ്ഞ് നിൽക്കുന്നത് എർട്ടിക വരുമായിരിക്കാം. പക്ഷെ എർട്ടിക ഈ ഒരു കാറ്റഗറി അല്ല. ഒരു 7 MPV സെഗ്മെന്റിൽ വരുന്ന വണ്ടിയാണ്. അപ്പൊ സെഡാൻ കാറ്റഗറി എന്ന് പറയുമ്പോൾ സിറ്റി ആയിട്ടൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ മെയിൻ്റെനൻസ് വളരെയധികം കുറവായിരിക്കും. അതെ, മെയിൻ്റെനൻസ് ഈ ഒരു റേഞ്ച് ഇപ്പോൾ ഇതിന്റെ കൂടെ ഉള്ള വണ്ടി നമ്മൾ നോക്കുമ്പോൾ ഹോണ്ട സിറ്റി അല്ലെങ്കിൽ വെർണയായിരിക്കാം. രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ എന്തുകൊണ്ടും മെയിൻ്റെനൻസ് ഒരു സാധാ ഒരു ഫാമിലി അല്ലെങ്കിൽ സാധാ ഒരാൾക്ക് യൂസ് ചെയ്യാനായിട്ട് മെയിൻ്റെനൻസ് എന്തുകൊണ്ടും ഇത് കുറവ് തന്നെയാണ്. നമ്മൾ സ്വിഫ്റ്റ് ആ റേഞ്ചിനൊക്കെ തന്നെയാണ് വണ്ടി നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ. ഓക്കെ, അപ്പം അജു, എന്തുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഈ ഒരു സിയാസിൽ തന്നെ ഫുൾ ഓപ്ഷൻ എന്നുള്ളവർ ഇപ്പം ഏറ്റവും കൂടുതൽ മാരുതിയിൽ എല്ലാ വാഹനങ്ങളും പോകുന്നത് മിഡ് വേരിയൻ്റാണ്. മാരുതിന്റെ സെയിലിന്റെ ഗ്രാഫ് എടുത്ത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും കൂടുതൽ പോകുന്ന വണ്ടികൾ മാരുതിയിൽ വെച്ചാൽ മിഡ് വേരിയൻസ് ആണ്. അപ്പം എന്തുകൊണ്ടാണ് ഫുൾ ഓപ്ഷൻ സിയാസിലേക്ക് പോകാനുള്ള റീസൺ? അത് ഞാനും മിഡ് വേരിയന്റ് ആണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. ഈ സ്വിഫ്റ്റിലൊക്കെ VDI എന്നൊക്കെ പറഞ്ഞിട്ടാണ് വരുന്നത്. അതിന്റെ മിഡ് വേരിയന്റ് തന്നെയാണ് യൂസ് ചെയ്തോണ്ടിരുന്നത്. അതിന്റെ ആവശ്യം ഉണ്ടായിരുന്നുള്ളൂ. ഞാൻ ആ രീതിയിൽ തന്നെയാണ് വണ്ടി ബുക്ക് ചെയ്തത്. ബുക്ക് ചെയ്തതിന് ശേഷമാണ് എന്റെ ഫ്രണ്ട് ഓൾറെഡി യൂസ് ചെയ്യുകയാണ്. അവന്റെ വണ്ടി കണ്ടതിന് ശേഷം ഞാൻ ഇതിന്റെ ഫുൾ ഓപ്ഷൻ ആണ് ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുന്നത്. ടെസ്റ്റ് ഡ്രൈവ് ചെയ്യുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കുമല്ലോ. ആ ശ്രദ്ധിച്ചതിൽ ഒരുപാട് കാര്യങ്ങൾ ഒരു അട്രാക്ഷൻ ഉണ്ട് നമുക്ക് ഈ വണ്ടിയിൽ. ഇപ്പം ഇതിന്റെ താഴെയുള്ള മോഡലായാലും ഒരുപാട് ചേഞ്ചസ് ഉണ്ട്. ഒരുപാട് ചേഞ്ചസ് നമ്മൾ സ്റ്റിയറിംഗ് തൊട്ട് ഇപ്പൊ ടച്ച് സ്ക്രീനൊക്കെ ഓൾറെഡി എല്ലാ വണ്ടിയിലും വരുന്നതാണ്. ചേഞ്ചസ് വരുന്നതാണ്. ഫുൾ ഓപ്ഷൻ ആകുമ്പോൾ ടച്ച് സ്ക്രീൻ വരും. പക്ഷെ ഇത് നമുക്ക് ഒരു ലുക്കിലെ ഫുള്ള് വ്യത്യാസമാണ്. കാര്യങ്ങൾ വരുന്നുണ്ട്. എല്ലാ വണ്ടിയിലും ഫുൾ ഓപ്ഷൻ അതിന്റേതായ ചേഞ്ച് വരുന്നുണ്ട്. ആ ഒരു രീതിയിൽ തന്നെയാണ് പറയാം. പക്ഷെ ഞാൻ എന്റെ വണ്ടിയായിട്ട് കാണുന്നുണ്ട്. ഞാൻ നോക്കിയപ്പോൾ ശരി ഇത്ര രൂപയുടെ വ്യത്യാസമല്ലേ വരത്തുള്ളൂ. ആദ്യം ബലേനയിൽ പോയതാണ്. അത് മാറി സിയാസിലോട്ട് വന്നു. സിയാസിന്നും ഫുൾ ഓപ്ഷൻ തന്നെ എടുക്കാമെന്ന് വിചാരിച്ചു. എന്തായാലും സെഡാൻ കാറ്റഗറി ആകുമ്പോൾ ഫുൾ ഓപ്ഷനിലേക്ക് വരുമ്പോൾ ഒന്നും കൂടി ഒരു പ്രീമിയം ഭയങ്കരമായിട്ടുള്ള ഒരു സ്റ്റാൻഡേർഡ് എക്സിക്യൂട്ടീവ് ലുക്കിലേക്ക് മാറും. നമ്മൾ വേറെ രീതിയിൽ നോക്കുമ്പോൾ വണ്ടി കമ്പയർ ഈ ഒരു സെഡാൻ കാറ്റഗറി കമ്പയർ ചെയ്യുമ്പോൾ ഹോണ്ട സിറ്റി അല്ലെങ്കിൽ വെർണ വെച്ച് നോക്കുമ്പോൾ വലിയൊരു റേറ്റ് ആയിട്ട് വരുന്നില്ല. അത് വെച്ച് നോക്കുമ്പോൾ ഫുൾ ഓപ്ഷൻ ഹോണ്ട സിറ്റിയും വെർണയൊക്കെ കമ്പയർ ചെയ്യുമ്പോൾ റേറ്റ് കമ്പാരിറ്റീവ്ലി കുറവാണെന്ന് പറഞ്ഞാൽ വലിയ വ്യത്യാസമല്ല, എന്നാലും ഒരു അത്യാവശ്യം കുറവാണ്. അതെ. അപ്പം ഏകദേശം ഇപ്പം വണ്ടി എടുത്തിട്ട് 3 വർഷത്തോളം 2017 മോഡലാണ് വണ്ടി അല്ലെ. 2017 മോഡലാണ്. അപ്പം ഈ കാലത്തിനിടക്ക് ഏകദേശം ഇപ്പൊ സർവീസ് വരുന്നത് ബേസിക്കലി മാരുതി 10,000 കിലോമീറ്റേഴ്സിലാണ് സർവീസസ് വരുന്നത്. അപ്പം ഈ എഞ്ചിനാണ് മാരുതി. നോർമലി ഡീസൽ നമ്മൾ 5,000 ചെയ്യുന്നതുകൊണ്ട് ഇത് പെട്രോൾ എഞ്ചിനാണ് നമ്മൾ 10,000 ചെയ്താൽ മതി അല്ലേ. ഓക്കെ. അപ്പൊ കമ്പാരിറ്റീവ്ലി നമുക്കിപ്പം ഇതിന് മെയിൻ്റെനൻസിന് ചെയ്യുന്ന സമയത്ത് ഇപ്പൊ സർവീസ് ചെയ്യുന്ന സമയത്ത് ഏകദേശം എത്ര രൂപ എക്സ്പെൻസ് വരാറുണ്ട് നോർമലി ഒരു 6,000 ആ റേഞ്ചിൽ വരും. 5 to 6 ആ റേഞ്ചിൽ തന്നെ ആയിരിക്കും. അതും ആ റേഞ്ച് വരാത്തതാണ്. നമ്മൾ അത്യാവശ്യ കാര്യങ്ങൾ എന്തെങ്കിലുമൊക്കെ ചെറിയ രീതിയിൽ എന്തെങ്കിലും പാർട്സ് ഒക്കെ മാറ്റണം എന്നുണ്ടെങ്കിൽ അത്രയും റേഞ്ച് വരുന്നതാണ്. അപ്പൊ ചെറിയ എന്തെങ്കിലും കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ അത് മാറ്റുന്നതുകൊണ്ടാണ് ആ റേഞ്ച് വരുന്നത്. അല്ലെങ്കിൽ അത്രയും വരത്തില്ല. 4 to 5 ഒക്കെ ശരിക്കും നമുക്ക് പറയാം ആവറേജ്. സർവീസിന് മാത്രമേ ആ ഒരു കോസ്റ്റ് വരുന്നുള്ളൂ. ബാക്കി അണ്ടർ വാറന്റിയിലാണ്. ഇപ്പോഴും വണ്ടി അണ്ടർ വാറന്റി തന്നെ ഓടിക്കും. എന്തുകൊണ്ട് കാര്യങ്ങളുണ്ടെങ്കിലും അവര് വേറെ കുഴപ്പങ്ങളൊന്നും അല്ല. ഇപ്പം നമ്മളിപ്പോ ഒരു സർവീസ് സെന്ററിൽ പോയി കഴിഞ്ഞാൽ അവർക്ക് നമുക്ക് വേണ്ടത് എന്തൊക്കെയാണെന്നുള്ളത് അവർ മാക്സിമം നമുക്ക് ചെയ്തു തരുമോ. കൂടാതെ എന്റെ സുഹൃത്ത് അവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. പോപ്പുലറിൽ വർക്ക് ചെയ്യുന്നുണ്ട് ട്രിവാൻഡ്രത്ത്. പുള്ളിയുടെ അടുത്താണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുന്നത്.
അപ്പം മെയിൻ്റനൻസിന്റെ കാര്യം അങ്ങനെയൊക്കെയാണ് വരുന്നത്. അപ്പം ഇനി അടുത്തത് ഇപ്പോൾ ആളുകൾക്ക് ഏറ്റവും കൂടുതൽ അറിയാൻ ആഗ്രഹമുള്ള സംഭവമാണ്. കാരണം മാരുതി ആളുകൾ ചൂസ് ചെയ്യുമ്പോൾ മെയിനായിട്ട് ഫസ്റ്റ് ചോദിക്കുന്ന ഒരു ചോദ്യം, പ്രത്യേകിച്ച് നമ്മൾ ഇന്ത്യക്കാർ ചോദിക്കുന്നതാണ് മൈലേജിന്റെ കാര്യം. അപ്പം 1.4 ലിറ്റർ പെട്രോൾ എഞ്ചിനാണ് വരുന്നത്. അപ്പോൾ അത് കാരണം ഏകദേശം എത്ര, ഇപ്പോൾ നമുക്ക് സിറ്റിയിലാണെങ്കിലും അല്ലെങ്കിൽ ഹൈവേയിലാണെന്നുണ്ടെങ്കിലും ഇപ്പോൾ കറക്റ്റ് പറയാൻ പറ്റും. കാരണം ഇപ്പോൾ കഴിഞ്ഞ ദിവസം കൂടി ട്രിവാൻഡ്രത്തിന് ഡയറക്റ്റ് കാലിക്കറ്റ് വന്നിട്ടുള്ളൂ. അപ്പം എങ്ങനെയാണ് മൈലേജ് വരുന്നത് വണ്ടിക്ക്? മൈലേജ് നമ്മൾ യൂസ് ചെയ്യുന്ന അനുസരിച്ചിരിക്കും. എന്തായാലും ഈ വണ്ടിക്ക് ഒരു 16 മൈലേജ് കിട്ടുന്നുണ്ട്. പെട്രോൾ എഞ്ചിൻ ആയോണ്ടാണ്. പക്ഷെ അതിന്റെ ഉപരി ആ വണ്ടി യൂസ് ചെയ്യുന്നതിനുള്ള കുറച്ചും കൂടെ ഒരു പെട്രോൾ എഞ്ചിൻ ആയതുകൊണ്ട് കുറച്ചും കൂടെ നമുക്ക് യൂസ് ചെയ്യാനുള്ള ആ ഒരു പവറും ആ ഒരു സൗണ്ടിന്റെ ഒരു ഇതൊന്നും ഉള്ളിൽ വരത്തില്ല. ഭയങ്കര സ്മൂത്ത് ആയിരിക്കും. ഡീസലിനെ കമ്പയർ ചെയ്യുമ്പോൾ ഒന്നുകൂടി സ്മൂത്ത് ആയിരിക്കും വണ്ടി. കാരണം ഇത് ചെറിയ വണ്ടിയല്ലല്ലോ. ഇത്രയും ഇപ്പം മാരുതി സുസുക്കിയിൽ ഒരു നല്ലൊരു വണ്ടി ആയോണ്ട് അപ്പൊ പെട്രോൾ എഞ്ചിൻ ആകുമ്പോൾ അതിന്റേതായ ഒരു കുറച്ചും കൂടെ ഒരു യൂസർ ഫ്രണ്ട്ലി അല്ലെങ്കിൽ ഒരു ആ ഒരു പവർ ഇതൊക്കെ ഒന്ന് കറക്റ്റ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യും. നമുക്ക് ഓടിക്കാനും നല്ല സുഖമാണ്. ഇത്രയും ലോങ് ഒന്നും വന്നാലും ഒന്നും ഫീൽ ഒന്നും ആവത്തില്ല. ഇപ്പൊ ഈ ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വന്നപ്പോഴും അങ്ങനത്തെ ഒരുപാട് ദൂരം ഓടി വന്നതാണെന്നുള്ള ഒരു പ്രോബ്ലം ഒന്നും ഇല്ല അല്ലേ വണ്ടി ഓടിക്കണം? കാരണം ഓൾറെഡി വണ്ടി അത്യാവശ്യം സ്പേസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമുക്ക് ലെഗ് സ്പേസ് ആയാലും ഇരിക്കാനായാലും ഇപ്പൊ ബാക്കിലായാലും ഇപ്പൊ ഫാമിലി ആയിട്ട് യാത്ര ചെയ്യാനായാലും ഇപ്പൊ എന്റെ കൂടെ വന്ന ഫാമിലീസ് ആണ്. അവർക്കൊക്കെ യാതൊരു ഒരു ക്ഷീണമോ ഒന്നും ഒരു കാര്യമൊന്നും ഇല്ലായിരുന്നു. ഓടി വരായിരുന്നു. ബാക്കിൽ ഇപ്പൊ ഫുൾ ഓപ്ഷൻ ആണ്. കാരണം ബാക്കിൽ റീറേസിങ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. വേറെന്തിലും വരുന്നുണ്ട് എന്നാലും ഇതില് വേറെന്തോ ക്രോം കാര്യങ്ങൾ അങ്ങനെ എന്തൊക്കെയോ അഡീഷണൽ വരുന്നുണ്ട്. മൈലേജ് നല്ല ഇപ്പൊ ഒരു സാധാ ഒരു ഫാമിലിക്ക് യൂസ് ചെയ്യാൻ എന്തായാലും അത്യാവശ്യം കിട്ടേണ്ട മൈലേജ് കിട്ടുന്നുണ്ട്. ലോങ് ആയാലും അവിടെ യൂസ് ചെയ്യാനായാലും. അപ്പം വണ്ടി ഇതിന്റെ യൂസർ ഫീഡ്ബാക്കിനെ കുറിച്ചൊക്കെ അജു പറഞ്ഞു. അപ്പോൾ വണ്ടി ഓടിച്ചിട്ടുള്ള, ഞാൻ ഫസ്റ്റ് ടൈമാണ് സിയാസ് ഓടിക്കുന്നത്, ഓടിച്ചിട്ടുള്ള ഒരു ഫീഡ്ബാക്കിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇനീഷ്യലി സൂപ്പറാണ്. കാരണം പെട്രോൾ എഞ്ചിനാണെങ്കിലും നേരത്തെ അജു സൂചിപ്പിച്ചാൽ ഡീസൽ എഞ്ചിനാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പം ഡീസൽ എഞ്ചിനിൽ നിന്ന് പെട്രോൾ എഞ്ചിനിലേക്ക് പോകുമ്പോൾ ആ ഒരു പിക്കപ്പും കാര്യങ്ങളൊക്കെ കുറവുണ്ടായിരിക്കുമോ അല്ലെങ്കിൽ ഓടിക്കാൻ ഇത്ര വലിയ കംഫർട്ട് ഉണ്ടായിരിക്കുമോ എന്നുള്ളൊക്കെ ഒരു ചോദ്യം ഉണ്ടായിരുന്നു. പക്ഷേ ആള് ഇത് പെട്രോൾ എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞു, സെഡാൻ കാറ്റഗറിയിൽ അത്യാവശ്യം പ്രീമിയം ആണ്, പിന്നെ മെയിൻ്റനൻസ് കമ്പാരിറ്റീവ്ലി കുറവാണ്. അപ്പോൾ അത് കാരണമാണ് എടുത്തത്. പിന്നെ 1.4 ലിറ്ററാണ് വണ്ടി. എന്താ പറയുക, കൂളായിട്ട് ഒരു 80-100 സുന്ദരമായിട്ട് കയറുന്നു. ഓടിച്ച് എന്താ പറയുക, കുറച്ച് ഞാൻ ഓടിച്ച് നോക്കി, വണ്ടി ഓടിച്ച് നോക്കിയിട്ട് നിങ്ങളോട് ഫീഡ്ബാക്ക് പറയാമെന്ന് വെച്ചിട്ടാണ് അങ്ങനെ ബീച്ച് റോഡിലൂടെ അത്യാവശ്യം നല്ല സ്പീഡിൽ തന്നെ ഓടിച്ചു. അങ്ങനെ പറയുകയാണെന്നുണ്ടെങ്കിൽ വാല്യൂ ഫോർ മണി എന്ന് തന്നെ പറയാം. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ സിറ്റിയിലേക്കും അതേപോലെ വെർണയിലേക്കൊക്കെ പോകുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറച്ച് റേറ്റ് കൂടുതലാണ്. പിന്നെ ഡിസൈൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ നോർമൽ സെഡാനിൽ വന്നിട്ടുള്ള ഡിസൈനാണ്. ഇപ്പം ഈ ഒരു മോഡലിൽ അങ്ങനെയാണ് വന്നിട്ടുള്ളത്. ഇപ്പോൾ ഫേസ് ലിഫ്റ്റഡ് കുറച്ചും കൂടി ഡിസൈൻ ഓറിയൻറ്റഡ് ആയിട്ടുള്ള വണ്ടി വന്നിട്ടുണ്ട്. എന്നാലും കൊള്ളാം. സോ ഇനി അടുത്തത് ബാക്ക് സീറ്റിന്റെ കംഫർട്ടിനെ കുറിച്ചാണ്. ആ ബാക്കിൽ ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണ്, എന്തുകൊണ്ടാണ്, നേരത്തെ നീ പറഞ്ഞു ബാക്കിൽ ഫാമിലി ആയിട്ടുള്ള ആളുകൾക്കൊക്കെ യാത്ര ചെയ്യാൻ ഏറ്റവും ബെറ്റർ ആണെന്നുള്ളത്. അപ്പം ബാക്കിൽ ഇരുന്നിട്ട് തന്നെ നീ പറഞ്ഞു എന്താണ് ബാക്ക് സീറ്റിൽ? സെഡാൻ ടൈപ്പ് ആയോണ്ടാവാം നമുക്ക് ഈ ലെഗ് സ്പേസ് ഒക്കെ കുറച്ചും കൂടെ കൂടുതലുണ്ട്. ഇരിക്കുന്ന ഒരു സ്പേസ് നോക്കുമ്പോൾ അത്യാവശ്യം തടിയുള്ളവർ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യം 2 പേർക്കൊക്കെ സുഖമായിട്ട് ഇരിക്കാൻ വേണ്ടി അത്യാവശ്യം ഒരു 3 പേർക്കൊക്കെ നന്നായിട്ട് യാത്ര ചെയ്യാം. ലോങ് ഡ്രൈവിനൊക്കെ യാതൊരു ക്ഷീണം കൂടാതെ നമുക്ക് എത്താം. ഇപ്പൊ നീ ഇപ്പോ തിരുവനന്തപുരത്ത് നിന്ന് ഇപ്പൊ കാലിക്കറ്റ് വന്നതാണ്. അപ്പൊ ബാക്കിലിരുന്ന ആൾക്കാരപ്പോ എന്താണ് അല്ല ഒരു പ്രത്യേകിച്ച് പറഞ്ഞത് അവർ ആദ്യമായിട്ടാണ് ഈ വണ്ടിയിൽ വരുന്നത്. അപ്പൊ ഒരു പ്രത്യേകിച്ച് അവർക്ക് ഒരു ക്ഷീണവും ഇല്ലായിരുന്നു. ഓരോ വണ്ടിയായിട്ട് കമ്പയർ ചെയ്ത് തന്നെയാണ് പറഞ്ഞത്. എന്തായാലും ബാക്ക് സ്പേസ് ഒക്കെ അവർ 2 പേരെ ഉണ്ടായിരുന്നുള്ളൂ. ഒരു 3 പേർക്കായാലും ബാക്ക് സ്പേസ് അത്യാവശ്യം ഒരു സാധാ വണ്ടി വെച്ച് അത്യാവശ്യം നല്ല സ്പേസും ലെഗ് സ്പേസും അത്യാവശ്യം നന്നായിട്ടിരുന്ന് പോവാം. ബാക്ക് സീറ്റ് നമുക്ക് യൂസ് ചെയ്യാം. വണ്ടി ഓടിച്ചിട്ട് എങ്ങനെയുണ്ട്? ഞങ്ങളിപ്പോ നേരത്തെ ഓടിച്ചു വെക്കും. നീ ഓൾറെഡി i20 യൂസ് ചെയ്യുന്നല്ലേ? അപ്പം i20 ഡീസലാണ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ i20 ഡീസലിൽ നിന്ന് സിയാസിലേക്ക് വരുമ്പോൾ ഓടിച്ചിട്ട് നിങ്ങൾക്ക് എങ്ങനെ തോന്നുന്നു? ഒന്നും കൂടി ഉറക്കെ പറഞ്ഞു. കുഴപ്പമില്ല, അത്യാവശ്യം വ്യൂവും കാര്യങ്ങളും ഒക്കെ സെറ്റ് ആണ്. പെട്രോൾ ഡീസലിന് പെട്രോളിലേക്ക് മാറുമ്പോൾ അങ്ങനത്തെ പെട്രോൾ മാറുമ്പോൾ എന്തായാലും മറ്റേ ടർബോയിൽ മാറ്റം വരുന്നുണ്ടല്ലോ. പെട്രോൾ ആകുമ്പോൾ
വണ്ടിന്റെ ആ നീളവും വലുപ്പും കാര്യങ്ങളും ഒന്നും ഓടിക്കുന്ന സമയത്തൊന്നും ഫീൽ ചെയ്യുന്നൊന്നുമില്ലല്ലോ, അത്യാവശ്യം വ്യൂവും കാര്യങ്ങളെല്ലാം വരും. ഒരു സാധാ എന്റെ വണ്ടി കൊണ്ടുപോകുന്ന പോലെ അതേയുള്ള ഒരു ഫീൽ തന്നെയാണ് ഈ വണ്ടി കൊണ്ടുപോകുമ്പോ അല്ലേ. നമുക്ക് നല്ല കംഫർട്ടും കാര്യങ്ങളും ഒക്കെ തന്നെ ഉണ്ട്. നല്ല മഴയാണ്. വസീമ എങ്ങനെയുണ്ട് ഇപ്പം? വണ്ടി ഇപ്പം അത്യാവശ്യം നല്ല സ്പീഡിലൊക്കെ ഓടിച്ചു നോക്കിയിട്ട് എങ്ങനെയുണ്ട് വണ്ടിനെ കുറിച്ച്? അത്യാവശ്യം സ്പീഡിലാണ് ഇപ്പോൾ പോയിക്കൊണ്ട് നിൽക്കുന്നത്. ഇപ്പോൾ കംപ്ലൈൻറ്റ് എന്നൊന്ന് പറയാനിപ്പോൾ വൈപ്പർ സ്പീഡ് ഇപ്പോൾ ഒരു 70-80 സ്പീഡിലാണ് ഇപ്പോൾ പോകുന്നത്. വൈപ്പർ സ്പീഡ് കുറവാണ്. അപ്പോൾ കറക്റ്റ് വ്യൂ ഇങ്ങോട്ടേക്ക് കിട്ടൂല. ഓക്കെ. പിന്നെ ഇപ്പം ഒരു 70-80 അധികം വണ്ടികളൊക്കെ പോകുമ്പോൾ വണ്ടിക്ക് ബ്രേക്കിങ്ങിലും സ്റ്റിയറിങ് തിരിക്കുമ്പോഴൊക്കെ ഒരു ലാഞ്ചൽ വരും. അത് ഈ വണ്ടിക്ക് ഇപ്പോൾ കുറവാണ് ഞാൻ നോക്കിയിട്ട് കാണുന്നത്. വണ്ടി കറക്റ്റ് ബ്രേക്ക് ചെയ്താൽ വണ്ടി കിട്ടും. കോൺഫിഡൻസിൽ അത്യാവശ്യം സ്പീഡിൽ മഴ ആയാലും കുഴപ്പമില്ല, നല്ല രീതിയിൽ പോകാൻ പറ്റുന്നുണ്ട്. വണ്ടി കയറി പോകുന്ന കാര്യങ്ങളൊന്നും അങ്ങനെ അറിയുന്നില്ല. പിക്കപ്പൊക്കെ അത്യാവശ്യം ഉണ്ട് വണ്ടി, കുഴപ്പമില്ല. നല്ല രീതിയിൽ തന്നെ. ഇതിപ്പോ ഇത് ഏതാ അജു, ഇയർ ഏതാണ് വണ്ടി? 2017. 1.4 ആണ് ഇപ്പൊ ഇറങ്ങുന്നൊക്കെ. 1.5 മാറിയിട്ടുണ്ട്. ഇതന്നെ മതി. നല്ല കംഫർട്ടാണ് വണ്ടി മൊത്തത്തിൽ പറയുകയാണെങ്കിൽ അല്ലേ. സോ മാരുതി സിയാസിനെ കുറിച്ചിട്ടുള്ള ഒരു യൂസർ ഫീഡ്ബാക്ക് ഈ ഒരു എപ്പിസോഡ് എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. കാരണം ഞങ്ങൾ അജു 4 വർഷമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള 3 വർഷമായിട്ട് യൂസ് ചെയ്തിട്ടുള്ള ഒരു ഫീഡ്ബാക്കിൻ്റെ പുറത്താണ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുള്ളത്. ടെക്നിക്കലായിട്ടുള്ള കൂടുതൽ കാര്യങ്ങൾ ഓൾറെഡി ഒരുപാട് റിവ്യൂസ് വന്നതുകൊണ്ടാണ് അതിലേക്കൊന്നും പോകാതിരുന്നത്. അപ്പം സാധാരണ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ ഞങ്ങൾക്ക് 3 പേർക്കും തോന്നിയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ എപ്പിസോഡിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. വണ്ടി ഓടിക്കുമ്പോൾ ഉണ്ടായിട്ടുള്ളതും മെയിൻ്റനൻസും മൈലേജും കാര്യങ്ങളെല്ലാം ഉൾപ്പെടുത്തി എന്ന് വിശ്വസിക്കുന്നു. സോ മറ്റ് എന്തെങ്കിലും കാര്യങ്ങൾ നിങ്ങൾക്ക് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യാം. അതനുസരിച്ച് ഞങ്ങൾ റിപ്ലൈ തരുന്നതായിരിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. ഞങ്ങളുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ തന്നെ ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും. സോ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ നമ്മുടെ 2 പേർക്കും എന്താ പറയാനുള്ളതെന്ന് കൂടി നോക്കാം. വസീമ എന്താ പറയാനുള്ളത് പ്രേക്ഷകരോട്? എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം. ഓക്കെ. അജു കഴിഞ്ഞില്ല നിന്റെ പരിപാടി. ട്രിവാൻഡ്രത്ത് നിന്ന് മെനിങ്ങാന്ന് ഓടി എത്തുകയാണ്. എവിടെയെങ്കിലും ഫുഡ് കഴിക്കാന്ന് പറഞ്ഞ് പോയപ്പോൾ അവൻ വിളിച്ച് ബ്ലോഗ് ചെയ്തോണ്ടിരിക്കും ഹോട്ടലിൽ. ഇതാണ് അവസ്ഥ, കണ്ടില്ലേ? ഫ്രണ്ട്സിന്റെ പിടിച്ചിരുത്തി ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ ഇതൊക്കെയാണ് അവസ്ഥ. എന്നാലും ഇവരെ അടുത്തുനിന്നല്ലേ നമുക്ക് ഇങ്ങനെ എത്ര ഫ്രീ ആയിട്ട് ചെയ്യാൻ വേണ്ടി പറ്റുള്ളൂ. എന്നാലും നല്ല രീതിയിൽ സഹകരിച്ച് വന്നു. അവൻ അത്രയും ലോങ് ഡ്രൈവ് ഒക്കെ ചെയ്ത് വന്നതാണ്. എന്നിട്ട് ഞാൻ പറഞ്ഞപ്പം അവൻ വന്നു. അവൻ്റെ എന്താ പറയുക, ഇത്രയും നേരം നമുക്ക് വേണ്ടിയിട്ട് ചിലവാക്കി. അപ്പം അതിന് വേണ്ടിയിട്ട് അജുവിനോടും ഒരു താങ്ക്സ് പറയുന്നു. നമ്മുടെ എല്ലാത്തിനും നമ്മൾ കൂട്ടുന്ന വസീമിനോടും ഒരു താങ്ക്സ് ഉണ്ട്. ഫ്രണ്ട്സിൻ്റെ താങ്ക്സിൻ്റെ ആവശ്യമൊന്നുമില്ല, എന്നാലും ഒരു താങ്ക്സ് പറയാം. സോ വീണ്ടും നല്ലൊരു എപ്പിസോഡായിട്ട് കാണുന്നത് എല്ലാ സുഹൃത്തുക്കൾക്കും അങ്ങനെ പറഞ്ഞാൽ ശരിയായില്ല.